സോ ഹായ് ഓൾ. നമ്മുടെ ഇന്നത്തെ സെഷൻ ആക്ച്വലി അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ ഓർ കോമൺലി നോൺ ആസ് UCIDൻ്റെ ഒരു ബ്രീഫിംഗ് സെഷൻ എന്നുള്ള രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് പോസിബിളായിട്ട് നിങ്ങളുടെ മൈൻഡ്സിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് സ്കീം, നെഗറ്റീവ് മാർക്ക് എത്രയാണ്, എന്തൊക്കെയാണ് ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സിലബസിലോട്ട് പോകാം. സോ 2021 UCID സിലബസ് പ്രകാരം പാർട്ട് എ പാർട്ട് ബി ലെവലിൽ കാര്യങ്ങളാണ് ഉള്ളത്. പാർട്ട് എ കൂടുതലും നമ്മുടെ GAT അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് വരുന്നത്. പാർട്ട് ബി ഡ്രോയിങ് പാർട്ടും. സോ ഓരോ ഇയറും UCID ഇസ് ഇംപ്രവൈസിങ്. സോ 2019 മാർക്കിംഗ് സ്കീമല്ല 2020 സോ നമുക്ക് 20 മാർക്കിംഗ് സ്കീമിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് 2021 സിലബസ് നോക്കാം. സോ പോസിബിൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ എബിലിറ്റി, അതായത് ഇങ്ങനെ ഓരോ കാറ്റഗറീസ് ഏതൊക്കെയാണ് വരുന്നത് അതിനെ പറ്റിയിട്ടാണ്. സോ വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ എബിലിറ്റി കൂടുതലും നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസും പോലെ ഉള്ള വിഷ്വലി എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് ഇപ്പോൾ മേ ബി എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ഔട്ട്കംസ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ തന്നിട്ട് ഇതിൽ നിന്ന് എത്രത്തോണ്ട് പോസിബിൾ ഔട്ട്കംസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു മാനറിലാണ് ഈ വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ എബിലിറ്റി വരുന്നത്. അല്ലെങ്കിൽ മേ ബി സ്പേഷ്യൽ എബിലിറ്റിയിൽ കൂടുതലും ഡീൽ ചെയ്യുന്നത് മേ ബി ഒരു കണ്ടീഷൻ അനുസരിച്ച് നിങ്ങളിപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ പാർട്സ് കവർ ചെയ്യും, അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ ഫേസിൽ കൂടെ പോകും, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും. സോ അതാണ് കൂടുതലും ഈ വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ എബിലിറ്റി കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട്ലി ഈ ഒരു സംഭവം വരണം എന്നില്ല, പറയുന്നത് സിമിലർ മാനർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച ഒരു മീനിങ് കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ UCD തന്നെ ആയിക്കോട്ടെ, വേറെ ഏത് എക്സാം ആയിക്കോട്ടെ, നമുക്ക് ഒരിക്കലും ഒരു വാട്ട് ഇസ് ലൈക്ക് ഒരു A+B² = A² + 2AB+B², ആ ഒരു മാനറിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരില്ല. സോ വാട്ട് ഇസ് ദിസ് എന്നുള്ളൊരു ചോദ്യം വരില്ല. സോ നമുക്ക് മാക്സിമം ചെയ്യുന്നത് നമ്മുടെ ബാക്കിയുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ സ്കിൽസ് എൻഹാൻസ് ചെയ്യുക. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും ജനറലി ഒരു ഡിസൈൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരിക എന്ന് മാത്രമാണ് നമുക്കുള്ള ഇൻഫർമേഷൻ. സോ അതിന് വെച്ച് നമുക്ക് ട്രെയിനോ കാര്യങ്ങളോ ചെയ്യിക്കാം എന്നുള്ളതാണ് ഓരോ എക്സസൈസും കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സോ പിന്നെ ഒബ്സർവേഷൻ ആൻഡ് ഡിസൈൻ സെൻസിറ്റിവിറ്റി, അപ്പോൾ ഇതിൽ പറയുന്ന എബിലിറ്റി ടു ഡിറ്റക്ട് കോൺസീൽ പ്രോപ്പർട്ടീസ് ഇൻ ഓർഡിനറി തിങ്സ്, പീപ്പിൾ, സിറ്റുവേഷൻസ് കാര്യങ്ങൾ. അപ്പോൾ ജനറലി മേ ബി ഇതിലുകൊണ്ട് നിങ്ങൾക്ക് മേ ബി അറിഞ്ഞിരിക്കേണ്ടത് കൂടുതലും ഇപ്പോൾ ജനറലായിട്ട് നമുക്കിപ്പോൾ നിങ്ങൾ മാത്സിൽ പ്രോബബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാർഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുട്ബോൾ ടീമിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ്, ഒരു ഫുട്ബോൾ ടീമിൽ എത്ര പേരാണുള്ളത്, ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര പേരാണുള്ളത്, ഒരു ഡെക്ക് ഓഫ് കാർഡ്സിനകത്ത് എത്ര കാർഡ്സ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഇത്ര കാർഡ്സ് ആണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ അറിയാലോ ക്ലബ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർട്സ് വരുന്നുണ്ട്, ഡയമണ്ട്സ് വരുന്നുണ്ട്, ക്ലാവർ, ഇങ്ങനത്തെ കുറേ സെറ്റ് സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ. സോ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ അതിനകത്തുള്ള 13 കാർഡ്സ്. സോ അങ്ങനത്തെ കുറച്ച് ജനറൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ A/Z1, B/Z2, C3 അപ് ടു Z26, ആ ഒരു ലെവലിലുള്ള അങ്ങനത്തെ കുറച്ച് ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ഉള്ളതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന കണ്ടീഷൻസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കൊടുക്കണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ അവയർനെസ്. സോ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ അവയർനെസ്സിനെ കൂടുതൽ ഇപ്പോൾ പറയുന്നത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ ക്ലൈമറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 2020 തന്നെ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു ഷാഡോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റിൽ നിന്നാണ് സണ്ണ് വരുന്നതെങ്കിൽ എവിടെയായിരിക്കും നിങ്ങളുടെ ഷാഡോ ഫോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ ഒരു ബ്രീഫിംഗ് സെഷനിൽ വെച്ചിട്ടുള്ള ഒരു 7 ക്വസ്റ്റ്യനകത്ത് ആ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ ഒന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് യൂസ് ടു ആവാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
സോ കുറച്ച് ക്ലൈമറ്റ് സെൻസിറ്റീവ് ജനറലായിട്ട് നിൽക്കുന്ന കോമ്പസ്, ഡയറക്ഷൻസ്, ഓറിയൻറ്റേഷൻസ് ഇതൊക്കെ ഒന്ന് ജനറലി ഒന്ന് ഐഡിയ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അനാലിറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇത് കൂടുതലും കോമൺ സെൻസ് ബേസ്ഡ് ആൻസേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കൂടുതലും എത്ര പോസിബിലിറ്റീസ് ആണുള്ളത്, എങ്ങനെയാണ് ഉണ്ടാവുക ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട്. പിന്നെ ലൈക്ക് മേ ബി ചെറുതായിട്ട് മാത്സിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്സിൻ്റെ ആപ്ലിക്കേഷൻസ് ജനറലി ഒക്കെ കൂടുതലും ഏരിയ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് മാത്സിൻ്റെ ആപ്ലിക്കേഷൻ ജനറലി ഡിസൈനിൽ വന്ന് കണ്ടിട്ടുള്ളത്. സോ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോണ്ട് ലെവലിൽ മാത്സിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഈ ഒരു സെക്ഷൻ ആക്ച്വലി വരാതിരിക്കാം എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിൻ്റെ സിലബസിലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ വേറെ ഏത് ഹിന്ദി, മലയാളം ഏത് ലാംഗ്വേജിലാണെങ്കിലും ഇതിൻ്റെ ലാംഗ്വേജ് പാർട്ടിനകത്ത് നമുക്കിപ്പോൾ കോമ്പോസിഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ഒരു സ്റ്റോറി തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ആ ഒരു ലെവലിൽ നിങ്ങൾ നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ് എല്ലാം വെച്ച് എല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. സോ ഇൻക്ലൂഡിങ് ഇപ്പോൾ പാർട്ട് ബി ആയിട്ടുള്ള ഡ്രോയിങ് പാർട്ടാണെങ്കിലും നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസും എത്രത്തോളം ഒബ്സർവേഷൻ സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ മനസ്സിലാക്കണു കാര്യങ്ങളൊക്കെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഡിസൈൻ പ്രോബ്ലം ആൻഡ് തിങ്കിങ് സോൾവിങ് വരുന്ന പാർട്ടുണ്ടല്ലോ, ഇതിനകത്ത് ജനറലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ള അപ്പോൾ മേ ബി ഒരു ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടർ പറഞ്ഞിട്ട് അയാളുടെ മാനസികാവസ്ഥ ലൈക്ക് ഹീസ് പസിൽ, ടെൻസ്ഡ് കാര്യങ്ങൾ, ജങ്ക് ഫുഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോ ആ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ട് അയാളുടെ ബിഹേവിയർ, സറൗണ്ടിങ്സ് എങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ അൺടൈഡി ആയിട്ട് വെക്കുന്ന ഒരാളായിരിക്കാം. സോ ആ കണ്ടീഷൻസ് വെച്ച് നിങ്ങൾ ആളുടെ സ്വഭാവം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം ഡിസൈൻ പ്രോബ്ലംസ് വരേണ്ടത്. സോ ഒരിക്കലും മൈക്രോ എക്സ്പ്രഷൻസ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് വരയ്ക്കണം കാര്യങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത് കൂടുതലും നമ്മുടെ എന്താ പറയുന്നത് ഈ സറൗണ്ടിങ്സ് കാര്യങ്ങളനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട്, അതായത് എൻ്റെ 2020 മാർക്കിംഗ് സ്കീം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുതരാം. സോ NAT, MSQ, MCQ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് GAT അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത്. NAT എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഈ കണ്ടിട്ടില്ലേ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് NAT. ഈ MSQ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനകത്തുനിന്ന് മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ലൈക്ക് A and B and C എന്നൊക്കെ പറഞ്ഞിട്ട് 2 ആൻസേഴ്സൊക്കെ പോസിബിൾ വരാൻ ചാൻസ് ഉണ്ട്. MCQ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 300 ആണ് ടോട്ടൽ മാർക്സ് വരുന്നത്. ആ 300ൽ 2020 എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ NAT അതായത് ന്യൂമറിക്കൽ ആൻസറിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന് 0 നെഗറ്റീവ് മാർക്കിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് യെസ് ഓർ നോ അറിയാവുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും എല്ലാം മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ സേഫ് ഗെയിം, നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും വരുന്നില്ല. MSQൽ -0.19 ആണ് വരുന്നത്. പോസിബിളി ബിക്കോസ് ഇതിൽ 2 ആൻസേഴ്സ് കാര്യങ്ങളുണ്ട്, അപ്പോൾ തെറ്റിക്കാൻ കുട്ടികൾ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് അധികം ഒരു സേഫ് റിസ്ക് എന്നുള്ള രീതിയിൽ അത് അധികം നെഗറ്റീവ് മാർക്കിങ്സോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ പക്ഷേ MCQ എക്സാക്ട്ലി 1 ആൻസറാണ് ജനറലി കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേണം ഈ ഒരു സെറ്റ് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ. അത്രയും ഉറപ്പാണെങ്കിൽ മാത്രം. കാര്യം ഇറ്റ് ബീയിങ് -7.1 -7.1 അല്ല സോറി -0.71 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ അല്ലെങ്കിൽ 2 ആൻസർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആൻസർ വേസ്റ്റായി പോകുന്ന എഫക്റ്റാണ്. മനസ്സിലായല്ലോ? 1.5 ഓൾമോസ്റ്റ് പറയാനാണെങ്കിൽ. സോ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ 3 hours ഉള്ള ഈ പേപ്പറിൽ 2 hours 30 minutes കംപ്ലീറ്റ്ലി നിങ്ങൾ NAT, MSQ, MCQ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലാസ്റ്റുള്ള 30 minutes മാത്രമാണ് ഡ്രോയിങ് പാർട്ടിന് എടുക്കേണ്ടത്. കാര്യം മുകളിലുള്ള ഈ 3 സെറ്റ് സംഭവങ്ങൾ അത്രയും ടൈം കൺസ്യൂമിങ്, അത്രയും ഒബ്സർവൻ്റ് ആയിട്ട് ചെയ്യേണ്ട പരിപാടികളാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ ഇതൊന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ,
ഇനി നമ്മൾ വന്നിട്ടുള്ള ന്യൂമറിക്കലിലെ പാർട്ട് എയിൽ വന്നിട്ടുള്ള NATയിലെ ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ അതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റാച്ച്മെൻറ്റ് ഷോസ് എ കോറിഡോർ ഫ്ലോർ ദാറ്റ് ഇസ് കവർഡ് വിത്ത് എ സ്ക്വയർ ടൈൽ ഓഫ് ദ സെയിം സൈസ്. ഹൗ മെനി ടൈൽസ് ആർ കവർഡ് ബൈ ദ ഗ്രീൻ പാച്ച്. ഈ നമ്മുടെ UCIT ബീയിങ് കമ്പ്യൂട്ടർ എയ്ഡഡ് എക്സാം നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റഫ് വർക്ക് ചെയ്യാൻ ഒബ്വിയസ്ലി നമുക്കൊരു ഷീറ്റ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ തന്നിട്ടുള്ള ഇമേജൊക്കെ നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ റഫ് ഷീറ്റിൽ വരച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ആവും. സോ മാക്സിമം ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ തന്നെ ആലോചിച്ച് ഇമാജിൻ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, പിന്നെ അറ്റ് മോസ്റ്റ് ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ അപ്പിയർ ബൈ ആഡിങ് 2 സ്ട്രേറ്റ് ലൈൻസ് ടു ദ ഫിഗർ. കാര്യങ്ങൾ ഇതും ഒരു മനസ്സിൽ തന്നെ അനലൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലോട്ടൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ സൊല്യൂഷൻസൊക്കെ ഒരു പരിധി വരേക്കും യൂട്യൂബിൽ ആക്ച്വലി നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ്ഡ് വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. സോ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ അങ്ങനെ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇഫ് യു ഗൈസ് ആർ അത്ര അഡമൻറ്റ് അബൌട്ട് ദ സൊല്യൂഷൻ ഓഫ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതെല്ലാം ആണ്. സോ ഞാൻ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി പോസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കണം എന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഗ്നൈറ്റിൽ നിന്ന് തന്നിട്ടുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. ബ്രൗസ് ചെയ്ത 2020 UCIT പേപ്പർ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി MSQൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ ആക്ച്വലി 2 ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വീണ്ടും പോയിട്ട് MCQയിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതൊരു ടൈപ്പോഗ്രഫി ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പോഗ്രഫി ക്വസ്റ്റ്യൻ ജനറലി നിങ്ങൾ അത്രയും ഒബ്സർവൻ്റ് ആയിരിക്കണം. സോ അതിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മൈക്രോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ടൈപ്പോഗ്രഫി വേർതിരിക്കാൻ പറ്റണം. ലൈക്ക് ഷാർപ്പ് എഡ്ജസ്, അല്ലെങ്കിൽ തിക്നെസ് കുറയുന്ന കോർണേഴ്സ്, അക്യൂട്ട് ആംഗിൾ യൂസേജ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ യൂസേജ്, അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ വിഷ്വലി വിസിബിൾ ആയിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ കൂടുതലും ടൈപ്പോഗ്രഫി സോൾവ് ചെയ്യേണ്ടത്. ഒബ്സർവേഷൻ സ്കിൽസ് നന്നായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് വി കം ടു ദ ഇതും ഒരു എന്താ പറയുന്നത് MCQ ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് സ്പോട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി കം ടു ഡ്രോയിങ് പാർട്ട് ക്വസ്റ്റ്യൻ. ഡ്രോയിങ് പാർട്ട് ക്വസ്റ്റ്യൻ ജനറലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻസ് തന്നിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ സെൻട്രൽ ക്യാരക്ടർ ഡ്രോയിങ് ക്വസ്റ്റ്യനിലുള്ള പുള്ളിക്കാരൻ്റെ വേറെ ലൈഫിലുള്ള കുറച്ച് കണ്ടീഷൻസും അപ്പം നടന്നിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് പുള്ളീൻ്റെ ടേബിൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ ഒരു പോസിബിൾ സൊല്യൂഷൻ ഞാനിതിലൊരു ഇമേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി വാട്ട് ഐ ഫൗണ്ട് ഫ്രം നെറ്റ്. ഇത് ഞാൻ വരച്ചിട്ടുള്ള ഒരു ഇമേജ് അല്ല. സോ ഇതിൻ്റെ തന്നെ സൊല്യൂഷൻ സെറ്റിൽ നിന്ന് കിട്ടിയതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻസ് തന്നിട്ടുള്ള ഒരു കണ്ടീഷൻസ് വെച്ച് സൈഡിൽ ഇവിടെ ഒരു ബബിൾ ഡയഗ്രം ക്രിയേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഏറ്റവും സ്കെച്ചിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡാറ്റാസ് വെച്ച് ഒരു ബബിൾ ഡയഗ്രം ഉണ്ടാക്കുക. എന്നിട്ടത് നിങ്ങൾ മാക്സിമം എല്ലാ ഡാറ്റാസും ഇൻക്ലൂഡ് ചെയ്ത് സ്കെച്ച് ചെയ്ത് വിടാം. നമ്മുടെ ചിത്രത്തിൻ്റെ ഭംഗിക്കല്ല ഇവിടെ മാർക്ക്. ഒരു പരിധി വരെ ഭംഗി ഫാക്ടർ ഓക്കെ അത് ഉണ്ടാവണം, എന്നാലും വൃത്തിയാണ് ഒരു പരിധി വരയ്ക്ക് ആക്സെപ്റ്റബിൾ ആണ്. പേഴ്സ്പെക്റ്റീവിൻ്റെ എല്ലാ കണ്ടീഷൻസും വെച്ചിട്ടാണ് വരച്ചതെങ്കിൽ നിങ്ങൾ ഭംഗി ഫാക്ടർ കൂടാതെ ഡീറ്റെയിലിങ്സിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ മേ ബി ഡ്രോയിങ് പാർട്ടിൽ കുറച്ച് ബാക്കിലോട്ടുള്ള കുട്ടിയാണെങ്കിലും അത് വലിയ ഇഷ്യൂ അല്ല. സോ ലൈക്ക് ദാറ്റ് വിത്ത് ദാറ്റ് എൻഡ് വി കം ടു ദ എൻഡ് ഓഫ് UCIT ബ്രീഫിംഗ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഗൈസ്.